ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് 6th സെമസ്റ്റർ ബികോമിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷണൽ പേപ്പർ എടുത്ത കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. 6th സെമസ്റ്റർ ബികോമിനുള്ള ഓപ്ഷണൽ പേപ്പർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഫിനാൻസ്, കോർപ്പറേഷൻ പോലെയുള്ള ഓപ്ഷണൽ പേപ്പറുള്ള ഡിഗ്രി എടുത്ത കുട്ടികളുണ്ട്. സോ അതിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ എടുത്ത കുട്ടികൾക്ക് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അവരുടെ പേപ്പറിൻ്റെ പേര്, ഓപ്ഷണൽ പേപ്പറിൻ്റെ പേര് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിങ് പാക്കേജസ് ടാലി ആണ് അവരുടെ പേപ്പറിൻ്റെ പേര്. അപ്പോൾ ടാലി അക്കൗണ്ടിങ് പാക്കേജസ് എടുത്ത കുട്ടികൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമും കൂടി ഉണ്ട്. അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അത് ലാബ് എക്സാമാണ്. ഇത് അതിൻ്റെ തിയറി പ്രാക്ടിക്കലാണ്. സോ അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? അതായത് നമ്മൾ ടാലി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പാക്കേജസ് ആണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചത്, അല്ലാണ്ട് ടാലിൻ്റെ മാത്രമായിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ടാലി, പീച്ച് ട്രീ, റിയൽ, വിങ്സ്, സ്വാപ്പ് പോലെയുള്ള കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം മൊത്തത്തിലുള്ള ഒരു ഫീച്ചേഴ്സാണ് ചോദിച്ചത്. അപ്പോൾ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒന്നാമത്തെ ഫീച്ചറാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്, അതായത് അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ് ആഫ്റ്റർ ഈച്ച് ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കലി. ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാലിൻ്റെ കേസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ കൺസേൺ വോച്ചർ ടൈപ്പിൽ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ലെഡ്ജർ പോസ്റ്റിംഗ് അവിടെ നടത്തും. അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫൈനൽ അക്കൗണ്ടായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലേക്ക് അത് എത്തും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വൗച്ചർ എൻട്രിയിലേക്ക് പോയി ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇഫക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലേക്ക് വരും. അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് ബാലൻസിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് ഈസി ഓൾട്ടറേഷൻ. നമുക്ക് എപ്പം വേണമെങ്കിലും നമ്മൾ കമ്പനീൻ്റെ ഡീറ്റെയിൽസ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. അൺലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. പിന്നെ എപ്പോഴാണോ നമുക്ക് ഡാറ്റ അതിൽ നിന്നും റിട്രീവ് ചെയ്യാൻ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള റിപ്പോർട്ട്സ്, പല ഫോമാറ്റിൽ നമുക്ക് റിപ്പോർട്ട്സ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ആക്യുറേറ്റ് ആൻഡ് സ്പീഡി പ്രോസസ്സിങ് ഓഫ് ഓൾ ദ ഡാറ്റാസ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ് ഇത്രയും പോയിൻറ്റ്സ്. ദെൻ വാട്ട് ഈസ് ജേർണൽ ആൻഡ് ലെഡ്ജർ? ജേർണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ആണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ പ്രിവ്യൂ കൊടുക്കുന്ന, ഇറ്റ്സ് എ ബർത്ത് പ്ലേസ് ഓഫ് ദ സെക്യൂരിറ്റി ആണ്. നമ്മളൊരു ട്രാൻസാക്ഷൻ ഫസ്റ്റ് തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി വേർ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ്. അതാണ്. ദെൻ ആ ജേർണലിലേക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ജേർണലൈസിങ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിങ്. ദെൻ ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി ആണ്. നമ്മൾ ഫസ്റ്റ് ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ബുക്കാണ് ലെഡ്ജർ അക്കൗണ്ട്. ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ബാലൻസ് ആണ്. ലെഡ്ജർ അക്കൗണ്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ വേരിയസ് അക്കൗണ്ട് ബാലൻസസ്. ഓരോ അക്കൗണ്ടിൻ്റെ ബാലൻസ് അറിയുന്നതാണ് ലെഡ്ജർ. ഇറ്റ്സ് എ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി ആണ്. ദെൻ വാട്ട് ആർ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്? അതായത് നമ്മൾ ഇൻ ദ കേസ് ഓഫ് റിയൽ അക്കൗണ്ട് ഈസ് ഡീൽസ് വിത്ത് ഓൾ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് in the case of real account, debit what comes in, credit what goes out. And in the case of personal account, debit the receiver, credit the giver. And in the case of nominal account, debit all expenses and losses, credit all incomes and gains. എല്ലാ എക്സ്പെൻസും ലോസസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഇൻകംസ് ആൻഡ് ഗെയിൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ വേറെ വരുന്നതാണ് അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ക്രെഡിറ്റ്. അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ്, ലാബിലിറ്റി ഡിക്രീസ് ഡെബിറ്റ്. അതേ സെയിം ട്രീറ്റ്മെൻറ്റാണ് ക്യാപിറ്റലിനെയും. ക്യാപിറ്റൽ ഡിക്രീസ് ഡെബിറ്റ്, ക്യാപിറ്റൽ ഇൻക്രീസ് ക്രെഡിറ്റ്. ദെൻ പിന്നെ വരുന്നത് എക്സ്പെൻസ്,
എക്സ്പെൻസിൻ്റെതും അസറ്റിൻ്റെയും സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. എക്സ്പെൻസസ് ഇൻക്രീസ് ഡെബിറ്റ്, എക്സ്പെൻസസ് ഡിക്രീസ് ക്രെഡിറ്റ്. പിന്നെ വരുന്ന റവന്യൂവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീൻ്റെ സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. റവന്യൂ ഇൻക്രീസ് ക്രെഡിറ്റ്, റവന്യൂ ഡിക്രീസ് ഡെബിറ്റ്. ഇതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ വരുന്നത്. പിന്നെ വരുന്നത് ഹൗ ടു ക്രിയേറ്റ് ആൻഡ് ഓൾട്ടർ ദ കമ്പനി ഇൻ ടാലി. ടാലിയിൽ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ടാലിയിൽ എങ്ങനെയാണ് കമ്പനിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ടാലിയിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. അത് അക്കൗണ്ട്സ് ഓൺലി ആയിട്ട് നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെൻട്രി ഓൺലി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് പോവാം. ദെൻ അവിടെ നിന്ന് നമ്മൾ കമ്പനി ഇൻഫോയിലേക്ക് പോവാം. ദെൻ അവിടെ ക്രിയേറ്റ് കമ്പനി എന്നുണ്ടോ അവിടെ നമ്മൾ പ്രസ് ചെയ്തതിനാൽ അവിടെ നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലുള്ള ഓരോ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്യുക. കമ്പനീൻ്റെ പേര്, അതിൻ്റെ കറൻസി സിമ്പിൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ, അക്കൗണ്ട് ടൈപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ലാസ്റ്റ് ആക്സെപ്റ്റ് യെസ് ഓർ നോ എന്ന് വിൻഡോ എത്തുന്നവരെ നമ്മൾ എൻ്റർ കീ അടിച്ച് പ്രസ് ചെയ്തതിനാൽ അത് അവിടെ കമ്പനി ക്രിയേഷനായി. പിന്നെ ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ടു മോഡിഫൈ ദി ഇൻഫർമേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് കമ്പനി പ്രസ് Alt F3. അപ്പോൾ ഓൺ പ്രസ്സിങ് Alt F3 ദ കമ്പനി ഇൻഫോ മെനു അപ്പിയേഴ്സ്. സെലക്ട് ഓൾട്ടർ ഓപ്ഷൻ ബൈ പ്രസ്സിങ് ഓൾട്ടർ. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫോൾട്ട് വൗച്ചേഴ്സ് അവൈലബിൾ ഇൻ ടാലി, അല്ലെങ്കിൽ വേറെ അടുത്ത് പറഞ്ഞാൽ വാട്ട് ആർ ദ പ്രീ ഡിഫൈൻഡ് വൗച്ചർ ടൈപ്സ് അവൈലബിൾ ഇൻ ടാലി. ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഇമ്പോർട്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫോൾട്ട് വൗച്ചേഴ്സ് അവൈലബിൾ ഇൻ ടാലി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രീ ഡിഫൈൻഡ് വൗച്ചർ ടൈപ്സ് അവൈലബിൾ ഇൻ ടാലി എന്ന് ചോദിക്കാം. അപ്പോൾ എന്നിരുന്നാലും തന്നെ എന്താണ് വൗച്ചർ ടൈപ്പ് എന്നാണ് നമ്മളതോടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ടാലി പ്രൊവൈഡ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് വൗച്ചർ ടൈപ്പിൽ പിന്നെ ഒന്നാമത്തത് കോൺട്രാൻ്റെ ഫംഗ്ഷൻ കീ F4 ആണ്. അപ്പോൾ ഈ കോൺട്രാ വൗച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻവോൾവിങ് ദ ബാങ്ക് ആൻഡ് ക്യാഷ്. ദെൻ നെക്സ്റ്റ് ആണ് F5 പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ഓൾ ദ പേയ്മെൻറ്റ്സ്. എല്ലാ പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വൗച്ചർ ടൈപ്പാണ്. ദെൻ F6 റെസീപ്റ്റ്. അവിടെ നമ്മൾ ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ദ റെസീപ്റ്റ്. ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷാണ് നമ്മൾ റെസീപ്റ്റായിട്ട്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് നമ്മൾ F6 റെസീപ്റ്റിലാണ് ചെയ്യുന്നത്. ദെൻ F7 ജേണൽ വൗച്ചർ ടൈപ്പ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു റെക്കോർഡ് ഓൾ ദ അഡ്ജസ്റ്റിംഗ് ആൻഡ് ക്ലോസിങ് എൻട്രീസ്. എല്ലാവരും തെറ്റിക്കുന്നതാണ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ജേണൽ റെക്കോർഡ് ചെയ്യുന്ന ഭാഗങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുന്ന് ഈ വീഡിയോ കേട്ട് നിങ്ങളത് കൺഫേം ചെയ്യണം. നമ്മൾ ജേണൽ എന്ന് പറയുന്ന F7 വൗച്ചർ ടൈപ്പിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഏത് തരം ട്രാൻസാക്ഷൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് ആൻഡ് ക്ലോസിങ് എൻട്രീസ്. അതായത് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ താഴെ കുറേ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ അൺഏൺഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിപ്രീസിയേഷൻ, ഇതുപോലെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് വരുന്ന അഡ്ജസ്റ്റിംഗ് എൻട്രീസ് മൊത്തത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ജേണലിലാണ്. പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫിക്സഡ് അസറ്റ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തതിനാൽ നമ്മൾ ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് F8 സെയിൽസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും ആണ് സെയിൽസിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ സെയിൽസിന് ശേഷം വരുന്ന F9 പർച്ചേസസ്, അത് സെയിൽസ് പോലെ തന്നെ ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് ഓൾ പർച്ചേസസ് ഓഫ് ഗുഡ്സ് വെദർ ഇറ്റ് മേ ബി ക്യാഷ് പർച്ചേസസ് ഓർ ക്രെഡിറ്റ് പർച്ചേസസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് F7 or F9 ഡെബിറ്റ് നോട്ട് വൗച്ചർ. ഇറ്റ് ഈസ് യൂസ് ടു റെക്കോർഡ് പർച്ചേസ് റിട്ടേൺ. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ട് വൗച്ചർ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ട് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ ഡെബിറ്റ് നോട്ടിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിൽസ് റിട്ടേണിന് വേണ്ടിയിട്ടാണ്. പിന്നെ നെക്സ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് നമ്മളങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനൊരു വൗച്ചർ ഉണ്ട്. F10 മെമ്മോ വൗച്ചർ എന്നാണ് അതിൻ്റെ പേര്. ഈ മെമ്മോ വൗച്ചർ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ടിങ് വൗച്ചർ. ഇത് അക്കൗണ്ടിങ് വൗച്ചർ അല്ല. ട്രാൻസാക്ഷൻസ് എൻറ്റേർഡ് ത്രൂ ദിസ് വൗച്ചർ വിൽ നോട്ട് അഫക്ട് ദ ഫൈനൽ അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഡയറി. ഒരു ഡയറി പോലെയാണ്. ഫൈനൽ അക്കൗണ്ട്സിനെ എഫക്റ്റ് ചെയ്യാത്ത ഒരു നോൺ അക്കൗണ്ടിങ് വൗച്ചറാണ് F10 മെമ്മോ വൗച്ചർ എന്ന് പറയുന്നത്. പിന്നെ
So these are the predefined voucher types available in Tally. Important ആണ്, ശ്രദ്ധിക്കണം, വീഡിയോ എൻ്റെ വരെ കേട്ട് പഠിക്കണം. Then next, what is trial balance? How to show a detailed trial balance in Tally. Trial balance എന്ന് പറയാൻ അറിയാം. It is a statement which shows all the ledger account balances. എല്ലാ ledger account balance കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ എങ്ങനെയാണ് പിന്നെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഗേറ്റ് വേ ഓഫ് ടാലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്പ്ലേയിൽ ട്രയൽ ബാലൻസ് ഉണ്ടാവും. ദെൻ അത് എങ്ങനെ ഡീറ്റെയിൽഡ് ഫോമിലേക്ക് മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രയൽ ബാലൻസിൻ്റെ ആ സെയിം വിൻഡോ തന്നെ Alt F1 അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഫോമിലേക്ക് എത്താൻ പറ്റും. ദെൻ വാട്ട് ഈസ് കോസ്റ്റ് സെൻറ്റർ? ഹൗ ടു ക്രിയേറ്റ് കോസ്റ്റ് സെൻറ്റർ ഇൻ ടാലി. എന്താണ് കോസ്റ്റ് സെൻറ്റർ? ടാലിയിൽ എങ്ങനെയാണ് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇറ്റ്സ് എ ഡിവിഷൻ വെർ കോസ്റ്റ് ഈസ് ഇൻകേർഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. അതായത് കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റിലോ പ്രോഡക്റ്റിലോ ഡിവിഷനിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് അക്കൗണ്ട്സ് ഇൻഫോയിലേക്ക് പോവുക, അവിടെ നിന്ന് കോസ്റ്റ് സെൻറ്ററിലേക്ക് പോവുക, അവിടെ നിന്ന് ക്രിയേറ്റിലേക്ക് പോയി എൻട്രിക്ക് അടിച്ച് കഴിഞ്ഞാൽ എന്താവും കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വാട്ട് ഈസ് BRS? BRS എന്ന് പറഞ്ഞാൽ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. It is a statement prepared by the depositor to reconcile the bank passbook balances with the bank account. അത് ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസും കസ്റ്റമേഴ്സിൻ്റെ പാസ്ബുക്കിലുള്ള ബാലൻസും റിക്കൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ മീനിങ് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ ഡെപ്പോസിറ്റർ ടു റീകൺസൈൽ ദ ബാലൻസസ് ഇൻ ദ കസ്റ്റമേഴ്സ് പാസ്ബുക്ക് വിത്ത് ദ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലെ ബുക്കിലും നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെ പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ റീകൺസിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു ക്രിയേറ്റ് BRS ഇൻ ടാലി. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഞാൻ അവിടെ ഒമ്പതാമത്തെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. 3 രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് പോയി ഡിസ്പ്ലേയിലേക്ക് പോയി അക്കൗണ്ട് ബുക്കിലേക്ക് പോയി അവിടെ നിന്ന് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിൽ പ്രസ് ചെയ്താൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് പോയി ഡിസ്പ്ലേയിലേക്ക് പോയി ട്രയൽ ബാലൻസിലേക്ക് പോയി അവിടെ നിന്ന് കറണ്ട് അക്കൗണ്ടിലേക്ക് പോയിട്ട് കൺസേൺ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് പോയി ഡിസ്പ്ലേയിലേക്ക് പോയി ബാലൻസ് ഷീറ്റിലേക്ക് പോയി ദെൻ അവിടെ നിന്ന് കറണ്ട് അസറ്റിലേക്ക് പോയി അവിടെ നിന്ന് കൺസേൺ ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ആ കൺസേൺ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് സെലക്ട് ദ റിക്വയർഡ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് പ്രസ് എൻ്റർ ഓൺ ദ റിക്വയർഡ് മന്ത്. നമുക്ക് ഏത് മാസത്തിലേക്ക് എൻ്റെ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണോ ഏത് ഡേറ്റ് ആണോ വേണ്ടത് അവിടെ നിന്ന് നമ്മൾ പ്രസ് F2 അടിക്കുക. പ്രസ് F2 ഫംഗ്ഷൻ ബട്ടൺ ഓൺ ദ കീബോർഡ് ആൻഡ് സ്പെസിഫൈ ദ റിക്വയർഡ് പീരീഡ് ഫ്രം വിച്ച് ഡേറ്റ് യു വാണ്ട് ടു റീകൺസിൽ യുവർ ബാങ്ക് അക്കൗണ്ട്. ഏത് ഡേറ്റിനാണോ നമുക്ക് റീകൺസിൽ ചെയ്യേണ്ടത് ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവാം, ഡിസ്പ്ലേയിൽ പോവാം, അക്കൗണ്ട് ബുക്കിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് എടുത്ത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ നിന്ന് ട്രയൽ ബാലൻസ് പോയിട്ട് കറണ്ട് അസറ്റ് പോയിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുക. അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് ഡിസ്പ്ലേയിൽ പോയിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കറണ്ട് അസറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ടാലി. നേരത്തെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പറയുന്നത് ടാലീൻ്റെ മാത്രമായിട്ടുള്ള അക്കൗണ്ടിങ് പാക്കേജ് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സാണ്. കാരണം നമ്മളെ സബ്ജക്റ്റിൻ്റെ ടാലിയാണ്, നമ്മൾ സബ്ജക്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് വരുന്നില്ല, ടാലി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ ടാലിൻ്റെ മാത്രമായിട്ടുള്ള പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കറിയാം ടാലീൻ്റെ മാത്രമായിട്ടുള്ള പ്രത്യേകത പറയുമ്പോൾ ടാലി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജസ് യൂസ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഇന്ത്യയിൽ അബ്രോഡിലും കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജസ് ആണ്. ആൻഡ് ദിസ് സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ബൈ ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ബാംഗ്ലൂർ. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടാലി സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ബൈ ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. ഡെവലപ്ഡ് ബൈ ടാലി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ. പിന്നെ ടാലീൻ്റെ വേർഷൻസ് 6 വേർഷൻസ് ഉണ്ട്. അതായത് 4.5 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 5.4, ദെൻ 6.3, ടാലി 7.2, ടാലി 8.1, ടാലി 9, ദെൻ ടാലി 9.0.
അതായത് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ നമ്പർ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ആ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തതിനാൽ 9 കിട്ടുള്ളൂ. 9ൻ്റെ മേലെ പോലെ നോക്കിക്കോ. ടാലി 4.5, 4ഉം 5 ആഡ് ചെയ്താൽ 9. ടാലി 5.4, 5 + 4 9 കിട്ടും. ടാലി 6.3, 6ഉം 3ഉം ആഡ് ചെയ്താൽ 9 കിട്ടും. ടാലി 7.2, 7 + 2 9 കിട്ടും. ടാലി 8.1, 8 + 1 9 കിട്ടും. ദെൻ ടാലി 9, ദെൻ ടാലി 9.0. അപ്പോൾ ഇങ്ങനെയാണ് ടാലീൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ്. ഇനി ഈ ടാലീൻ്റെ ഇത്രയും ടാലീൻ്റെ മീനിങ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ഇനി നമ്മൾക്ക് പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം മീനിങ് ഇതുപോലെ ഡിഫറെൻറ്റ് വേർഷൻസ് എഴുതിയിട്ട് താഴെ ദി ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ടാലി എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തേത് കോഡ്ലെസ് അക്കൗണ്ടിങ് സിസ്റ്റമാണ്. കോഡ്ലെസ്, കോഡില്ല. ടാലി വിൽ ഫങ്ഷൻ വിത്തൗട്ട് കോഡ്സ്, CODES, കോഡ്സ്. രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ഫ്ലെക്സിബിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അതായത് ടാലിയിൽ ടാലി പ്രൊവൈഡ്സ് 28 പ്രീഡിഫൈൻഡ് ഗ്രൂപ്പ്സ് വിച്ച് ക്യാൻ ബി ഓൾട്ടർ ഓർ മോഡിഫൈഡ് wherever necessary according to the requirements of the user. ടാലിയിൽ 22 പ്രീഡിഫൈൻഡ് ഗ്രൂപ്പ്സ് നമുക്കുണ്ട്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡാറ്റാസ് എൻ്റർ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അതായത് യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് അൺലിമിറ്റഡ് കമ്പനീസ്. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ടാലി അലൗഡ് ടു ഓപ്പൺ എനി നമ്പർ ഓഫ് കമ്പനീസ്. ഇനി മൾട്ടിപ്പിൾ കറൻസി, അതായത് ടാലി അലൗസ് ടു യൂസ് മൾട്ടിപ്പിൾ കറൻസി വിച്ച് ഈസ് യൂസ്ഫുൾ ടു ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ്. ഇമ്പോർട്ടേഴ്സിന് എക്സ്പോർട്ടേഴ്സിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ കറൻസി മൾട്ടിപ്പിൾ ടൈപ്പ് കറൻസിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കോസ്റ്റ് സെൻറ്റർ നമുക്ക് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടാലി ഹെൽപ്സ് ടു അലോക്കേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ടു ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ്. പിന്നെ ടാലിയിൽ നമുക്ക് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടാലി അലൗസ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഗോഡൗൺ, സിംഗിൾ ഗോഡൗൺ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ടാലിയിലൂടെ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ്. ദെൻ അതുപോലെ ടാലി ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ്. ടാലി പ്രൊവൈഡ്സ് എ ഗുഡ് സെക്യൂരിറ്റി കൺട്രോൾ ഓവർ ദ യൂസർ ബൈ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റിങ്സ് ആൻഡ് പാസ്വേഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈ ലെവൽ ഓഫ് സെക്യൂരിറ്റി ടാലി പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയാണ് ടാലിൻ്റെ മാത്രമായിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാം. ദെൻ വാട്ട് ഈസ് വൗച്ചർ? വൗച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഓഡിറ്റിങ്ങിലെല്ലാം പഠിച്ച പോലെ തന്നെ ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസിനാണ് വൗച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വൗച്ചർ ടൈപ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിൽസ്, പർച്ചേസസ്, കോൺട്രാ, ജേണൽ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് പോലെയുള്ളത്. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ടു ക്വിറ്റ് ഫ്രം എ പെർട്ടിക്കുലർ വൗച്ചർ എൻട്രി ഡാഷ് കീ ഈസ് യൂസ്ഡ്. ഒരു പ്രത്യേക വൗച്ചർ എൻട്രി, സപ്പോസ് നമ്മളിപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു വൗച്ചർ എൻട്രിയിൽ ട്രാൻസാക്ഷൻസ് നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടാണുള്ളത്. അവിടെ നമുക്ക് പെട്ടെന്ന് ക്വിറ്റ് അടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ കീബോർഡിൻ്റെ ഏറ്റവും ഫസ്റ്റിലുള്ള കോർണറിലുള്ള എസ്കേപ്പ് ബട്ടൺ അമർത്താം, അല്ല പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+Q അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വൗച്ചർ എൻട്രിയിൽ നിന്ന് വേറൊരു വൗച്ചർ എൻട്രിയിലേക്ക് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് ചോദിക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് യൂണിറ്റ് ഓഫ് മെഷർ ഇൻ ടാലി. അതായത് നമ്മൾക്ക് കിലോഗ്രാംസ്, ലിറ്റർ പോലെയുള്ള സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റ് എങ്ങനെയാണ് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടാലിയിൽ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് പോവാം. എന്നിട്ട് അവിടുന്ന് ഇൻവെൻട്രി ഇൻഫോയിലേക്ക് പോവാം. ദെൻ അവിടെ നിന്നും നമ്മൾ യൂണിറ്റ് ഓഫ് മെഷർ അവിടെ ഉണ്ടാവും. ഇൻവെൻട്രി ഇൻഫോയിൽ ക്ലിക്ക് ചെയ്താൽ യൂണിറ്റ് ഓഫ് മെഷർ കാണും. ആ യൂണിറ്റ് ഓഫ് മെഷറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് കാണും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കിലോഗ്രാം, ലിറ്റർ, അതുപോലെയുള്ള യൂണിറ്റ് അല്ലെങ്കിൽ ഡസന് അല്ലെങ്കിൽ നമ്പർ പോലെയുള്ള യൂണിറ്റ് നമുക്കവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് ടാലിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻസ് തിയറി ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ് ആൻഡ് ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ വീഡിയോ ആർക്കുള്ളതാണ്? എല്ലാ 6th സെമസ്റ്റർ ബികോമിലുള്ള കുട്ടികൾക്കുള്ളതല്ല. അക്കൗണ്ടിങ് പാക്കേജസ് ടാലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷണൽ പേപ്പറായിട്ട് എടുത്ത കുട്ടികൾക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. സോ കൈൻഡ്ലി സർക്കുലേറ്റ് അമംഗ് ദോസ് സ്റ്റുഡൻസ് ഹു ആർ ടേക്കിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആസ് എൻ ഓപ്ഷണൽ പേപ്പർ. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.